ഗൈസ് നമ്മളെ വീഡിയോയിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിക്കുന്നത് വേറൊന്നുമല്ല. നമ്മള് മായ സാധിച്ചിട്ട് ഇത്രയും നേരമായിട്ട് കറണ്ട് വന്നിട്ടില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഷൂട്ടിങ്ങിന്റെ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറ്റി ഇങ്ങോട്ടാക്കി. നമ്മൾ ഷൂട്ടിങ്ങിന്റെ സ്ഥലം ഇവിടെ വെച്ച സാധനം ഇങ്ങോട്ടാക്കി, കാരണം ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഉമ്മമ്മക്ക് ഇപ്പൊ ഡ്രസ്സ് മാറിപ്പോ രണ്ടാമത് ഇപ്പൊ ഡ്രസ്സ് മാറി വരുന്നുള്ളൂ. ഗൈസ് നമ്മൾ ട്രാപ്പിലായിരിക്കുന്നു. ഇരുട്ടത്താണ് ഇപ്പൊ ഇന്റർവ്യൂ. ഉമ്മമ്മ അവിടെ ഫസ്റ്റ് തന്നെ സീറ്റ് ബുക്ക് ചെയ്തേക്കണ്. കുഴപ്പമില്ല. ഇബലിവിടെ ലൊക്കേഷൻ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്. ഇരുട്ടാണ്. ഉമ്മ കുടുങ്ങിയോ? മായ കണ്ട ആകെ ചതിച്ചു. ആങ്കറിന് എന്താ പറയല്ലേ? അടിപൊളി. കുടുങ്ങി അവിടെ നിന്നിട്ട് ലോക്കായോ? ഇല്ലല്ലോ. അതെ, നമ്മള് ലൊക്കേഷൻ ഒന്ന് മാറ്റി വെച്ചാണ്, പക്ഷെ വീണ്ടും ചതിച്ചു. ലൈറ്റ് ഇല്ലല്ലോ. കുത്തിരിക്കണൊക്കെ പോസ്റ്റ് ആയിട്ട് ചതിച്ചു ഗൈസ്. KSEB ഞങ്ങള് ചതിച്ചു. അതെ, ലൈറ്റ് വരലുണ്ടാവോ? ഞമ്മക്ക് എന്തായാലും കുറച്ചേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തേലും നടക്കുമെന്ന്. നമ്മള് എപ്പോ തുടങ്ങിയാണ് പരിപാടി? എപ്പോഴാ തുടങ്ങിയ? 1 മണിയില്ലേ? അതെ, 5 മണിയായിപ്പോ. ഇതേവരെ കറണ്ട് വന്നിട്ടില്ല. ടൈം അങ്ങനെ പോയി ഏകദേശം നോമ്പുറക്കാല ടൈമായി. ഓരാടുന്നുണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാര്. സംഭവം പറഞ്ഞാൽ ആകെ കുടുങ്ങിക്കണ പോലും വന്നിട്ട് ലോക്ക് അയക്കണേ. പിന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നോമ്പ് എന്തായാലും തുറക്കാനല്ലേ, അപ്പോൾ ഇവർ ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ്. അപ്പോൾ ഫുഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇപ്പോൾ വന്നിക്കണ്. നമ്മളെ ആൾ കൊണ്ടുവരുന്നുണ്ട്. കേസിട്ട് നമുക്ക് ഇനി എന്തായാലും ഇത് ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് എന്തായാലും നോമ്പ് തുറന്നിട്ട് നമുക്ക് ഇവിടെ സെറ്റാക്കാം. വൈബായിക്കോട്ടെ. അതുള്ളൂ കേസാ, സെറ്റല്ലേ? കറണ്ട് ഇതായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇരിക്കാനൊക്കെ എന്ത് ചെയ്യാം? ഇരിക്കാനോ? ടേബിൾ മുറ്റത്തേക്ക് വെക്കണോ? നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് എത്തി. മായയും പെയ്താണ്ട് ആകെ ചടപ്പിച്ചാണ്. സെറ്റല്ലേ? ഓക്കെ, സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്. പൊന്തുന്നില്ല. ഞാൻ ഇവിടെ നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവരൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. മായയും പെയ്തോണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അയ്യോ, നമ്മളെ അതിഥികളാണ്, നമ്മളെ ട്രീറ്റ് ചെയ്യണം. എന്തായാലും ആരാണെന്നുണ്ടെങ്കിലും. അയ്യോ കുന്ന് കയറി കഴിഞ്ഞു. ഒന്നാമത് മഴയും കൂടിയും പെയ്യണ്ടേ. വന്നാലും മഴയാണ്. എന്താ കാരണം എന്നാലും മഴയില്ലേ. എന്തായാലും നോമ്പറക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഏകദേശം ആവാനായി. ഇനി ഏകദേശം ഒരു 10 കൂടെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് നോമ്പ് തുറക്കണം. ഇവരെയും കൊണ്ട് നോമ്പൊക്കെ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം, സമാധാനം. അവിടെ ഞങ്ങൾ നിങ്ങളെ ഇനി എറണാകുളം കൊണ്ടുവരുന്ന ചിക്കനും തെറിയുണ്ട്. സന്തോഷം. ഈ ബൈക്കില്ലാന്ന് പറഞ്ഞേ, മലപ്പുറം ജില്ലക്കില്ലാന്ന് പറഞ്ഞല്ലേ? സെറ്റല്ലേ? സെറ്റല്ലേ? ഫുഡും കൂടി ഉണ്ട്. പേര് ഞങ്ങൾക്കൊരു പായ തലയെണ്ണ പുതപ്പ് എന്തായാലും ഉണ്ടാവും. ചിക്കുനൊരു മാക്സി. ചിക്കനാണെന്നുണ്ടെങ്കിൽ ഇമ്മമാരെ കാണുക. സന്തോഷാണ്. ആണോ? ഇമ്മ അപ്പത്തിന് കട്ടിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ് കറക്കാന്. മാക്സി കൊടുക്കണേ, അതും കൊടുക്കാം. പർദ്ദാണെന്നുണ്ടെങ്കിൽ അതുണ്ട്. അതുണ്ട്, ഞങ്ങളതുണ്ട്. അപ്പൊ അതും ഓക്കെ, ഫുള്ള് സെറ്റാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? നമ്മള് ഫുഡൊക്കെ വാങ്ങിയത് സെറ്റാക്കി വെച്ചാൽ ഇനി ഒന്ന് ബാങ്ക് കൊടുത്താൽ മതി. നമുക്ക് ഇനി നേരെ നോമ്പൊക്കെ തുറന്നിട്ട് നമുക്ക് പരിപാടി സെറ്റാക്കണം. കാരണം ഓല എന്തായാലും ഇവിടെ വന്നല്ലേ. അപ്പൊ നമ്മളായിട്ട് ഒരു മുടക്ക് നമ്മൾ വരുത്തൂല. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ബാക്കിയിൽ വീട് എടുക്കാം. അങ്ങനെ ഇരിക്കാണ്. അതെ, ബാങ്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാരും നോമ്പ് തുറക്കാൻ വേണ്ടി സെറ്റല്ലേ? എന്നാ തുടങ്ങിക്കോളി, ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിക്കോളി. ഇന്റർവ്യൂ ഇപ്പൊ സെറ്റ് ആയില്ല ഇന്നത്തെ? കുടിക്ക്. അല്ല, ബാങ്ക് ഒരു മെയ്തിരി വെളിച്ചത്തില് ഒരു നോമ്പോറല്ലേ? സെറ്റ് ആയില്ലേ? അതെ,
അമ്മക്ക് എന്താ അറിയാലേ എന്താ പറയണ നല്ല ഹാപ്പിയായി തെറ്റല്ലേ നമ്മള് പ്രതീക്ഷിക്കാത്ത നോമ്പ് തറ വെറും സർപ്രൈസ് ഒക്കെ പഠിച്ചവനെ ഓരോന്ന് തീരുമാനിച്ചു ഇന്ന ആൾക്ക് ഇന്നതാണ് ഇന്നപ്പോഴാണ് ഇന്ന സമയം ആണോ കേട്ടോ ഞങ്ങളെ കൂട്ടത്തിലേ അങ്ങനെ ഒരാളെ ഭേദമല്ല ഈ നോമ്പുകാർക്ക് നോമ്പുകാർക്ക് എന്നെ ആൾക്ക് ഭക്ഷണം ആര് തന്നാലും ഭക്ഷണം ആർക്കും ഞാനത് കൊടുക്കും നമ്മളെ കടിക്കാത്ത നമ്മൾ എന്നാ ഇത് തീർക്കി ഇത് ഇതിന്റെ അടുത്ത സാധനം കൂടി ഉണ്ട് വേഗം 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 തിന്നാൻ വേണ്ടിട്ട് ഇന്റർവ്യൂവിന് എന്നാ മതി പക്ഷെ ഇന്റർവ്യൂ അത് കണക്കില്ലല്ലേ കുറച്ച് കഴിയുമ്പോ കരണ്ട് ശരിയാവും അതെ വരും 2 മണിക്ക് ഇറങ്ങിയ ഇപ്പൊ കരണ്ട് പറഞ്ഞിട്ടില്ലേ ടൈം ഇപ്പൊ എത്രയായി 6:50 വാവ്. അപ്പോ ഇവര് വന്നിട്ട് ഏകദേശം 2 മണിക്ക് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ആണ്. ടൈം എത്രയാടാ? ടൈം എത്രയായി? 8:30 ടൈമായി അല്ലേ? 8:40. ഗൈസ് കറണ്ട് മിന്നി പോയതിന്റെ കളിച്ചാണ് ഇത്. പിന്നെ കറണ്ട് പോയാലും ലേറ്റ് എത്തുന്നതാ കേട്ടോ. ഒരു ഇന്റർവ്യൂ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഇന്റർവ്യൂ തുടങ്ങിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു 10 മണിക്കൂർ എടുത്തൊരു ഇന്റർവ്യൂ എടുക്കുക. ആണോ? സെറ്റ് അല്ലേ? റെക്കോർഡ് ഇല്ലേ? ഇവിടെ എന്താ അറിയാല്ലേ? സെറ്റാണ് വൈബില്. നമുക്ക് എന്തായാലും ഫുഡ് വിളമ്പാനായി. കറണ്ട് വന്നൂലേ? കറണ്ട് വന്നു പക്ഷെ വോൾട്ടേജ് ഇല്ല. ഇപ്പൊ കറണ്ട് പോയി വന്ന് പോയി എടുക്കാണ്. അതെ ഫുഡ് വിളമ്പാ. പൈച്ചുണ്ട്. നിങ്ങൾക്ക് കഴിച്ചില്ലേ? എടുക്കട്ടെ? ഓക്കെ നമുക്ക് സാധനം എടുക്കാം. ഇന്റർവ്യൂ കിട്ടിയത് അതിങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നേരം നോക്കിയാ 8:40 ഇതുവരെയായിട്ട് കറണ്ട് വന്നിട്ടില്ല. വെല്ലിമ തപ്പണാക്കണ്. വെല്ലിമ ചോറ് നമ്മള് പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ്. അപ്പൊ അത് പൊട്ടിച്ചാണ് ഇവിടെ. അപ്പൊ മകനെ തപ്പണ ഓല് ഫുള്ള് വൈബാട്ടോ. ഓല് ഇവിടെ വന്നപ്പോലെ ആകെ അന്തം പൊട്ടിയാണ്. സാധാരണ ഓല് വിചാരിച്ചെന്തറിയോ, വന്നിട്ട് നേരെ വീഡിയോ എടുത്താണ്ട് ഇന്റർവ്യൂ എടുത്താണ്ട് നേരെ പോകാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോ ആ കഥ ആകെ മാറ്റിയെടുത്ത് ഞങ്ങള്. എല്ലാം പറഞ്ഞു നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളെ മന്തി എടുത്തോണ്ടിരിക്കാണ്. ഉമ്മ എന്താ പറയാല്ലേ? എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര സെറ്റ് അല്ലെന്ന്. ഇന്നൊരു പ്രത്യേക ഒരു വൈബ് ദിവസല്ലേ? സാധാരണ വല്യമ്മ 7:50 ഉറക്കേണ്ടി 9 മണി. ഉമ്മ അങ്ങോട്ട് പോയിക്കാണി. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഇന്റർവ്യൂ തുടങ്ങിയിട്ടില്ലല്ലോടാ. ഗൈസ് ഫൈനലി ഹാപ്പി ആഘോഷിക്കുകയും ആർമാദിക്കുകയും അല്ലേ? കുറെ നേരത്തെ പ്രാർത്ഥന. ഇത്ര സന്തോഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതെ ഇത്ര വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ ഉണ്ടായിട്ട് വെച്ചോ. ഫുഡ് വെച്ചു. പുറത്തത്തെ ചോറാണ്. ചീസൊക്കെ എടുത്ത് കൊണ്ടുപോകണോ പൂച്ച? എങ്ങനെ എന്താ കൊടുത്തോളൂ. ഇവിടെ സപ്ലൈ തുടങ്ങിക്കണേ അല്ലേ? നോക്കുന്നൊരു കാര്യമില്ല. ചിക്കു കഴിക്ക്, ജ്യൂസ് കഴിക്ക്. ഇരിക്കും കഴിക്കാൻ തുടങ്ങിക്കോ. എല്ലാരും വാ. ഇല്ലാത്തവരായിക്കൊണ്ട് ഒന്നാമത് വിശപ്പ് തീരെയില്ല, അതാണ്. അങ്ങനെ പറയില്ലേ? ഈ 3 നേരമായിട്ട് തീറ്റ മാത്രമേ ഉള്ളൂ.
ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാരാണ്. അവസാനം ഫുഡില് എത്തില്ലേ? ഇന്റർവ്യൂ പിന്നെ ആദ്യം ഫുഡ്, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പരിപാടി അല്ലേ അമ്മ? മകൻ എന്താ അറിയല്ലേ? ഒന്നും പറയല്ലേ? ആദ്യം പള്ളർത്തി തിന്ന. അതെ ഉമ്മമാക്കോ? ആദ്യം വളർത്തുന്ന ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടികള് ബാക്കിയല്ലോ. ആദ്യം തീന്, എന്നിട്ടല്ലേ ബാക്കി. എന്തായാലും നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതാക്കണ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കണേ. എന്താ സെറ്റല്ലേ? സെറ്റല്ലേ? നട്ടപ്പാതിരക്കാണ് ഷൂട്ടിങ്. ഇന്റർവ്യൂ നട്ടപ്പാതിരക്ക് ഞങ്ങള് പൂച്ചാൾ ഇറങ്ങിയിരിക്കണേ ഫീൽഡിലേക്ക്. എന്താണ് പറയാനുള്ളത്? ഞാൻ റെഡിയാണ്. റെഡിയല്ലേ? ഇവിടെ എന്താ അറിയാലേ? ഡബിൾ പവർ അല്ലേ? ഇവിടെ എന്താ അറിയാലേ? സെറ്റാണ്. നട്ടപ്പാതിരൊക്കെ ഫുള്ള് സെറ്റാണ്, ഫുള്ള് ആക്റ്റീവ് ആണ്. അപ്പൊ ഓക്കെ, എന്നാ നമുക്ക് ഇന്റർവ്യൂ കടന്നാലോ അമ്മ? ഓക്കെ അല്ലേ? കിടക്കല്ലേ? എന്താ ഓക്കെ ആണ്? ജോ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്കൊന്നും നോക്കാല, വേഗം കടക്കേക്ക്. അവസാനം ഞങ്ങളെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടോ. ഒരു വലിയ യുദ്ധത്തിൽ നമ്മള് പുറത്തിറങ്ങിയിരിക്കുന്നു. അതെ, എങ്ങനെയുണ്ട് നമ്മളെ ഇന്റർവ്യൂ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കഴിഞ്ഞത് അറിഞ്ഞില്ല. ഉണ്ടല്ലോ ഉമ്മാക്കും ഉമ്മമാക്കും ഭയങ്കര പേടിണ്ടായി, ഞങ്ങൾക്കും പേടിണ്ടായി. പക്ഷെ ആ പേടിയൊക്കെ പോയി. എന്താ ഉമ്മമാക്ക് എന്താ അറിയാലേ? പേടിയൊക്കെ പോയി. എന്താ പറയാന്നൊന്നും അറിയില്ല. എന്തൊക്കെ പോലെ ഒരു പേടി തല കയറുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സൂപ്പർ ആയിരുന്നു. സെറ്റല്ലേ? സാധാരണ ഉണ്ടല്ലോ 7 മണിയാകുമ്പോ ഉറങ്ങണം അമ്മ. ഉറങ്ങിയിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. അതിന് നമ്മള് 2 മണിക്ക് തുടങ്ങിയാ ഉച്ചക്ക് 2 മണിക്ക് ഉറങ്ങിയ പരിപാടിയാണല്ലേ? ഇപ്പൊ ടൈം എത്രയായി? ഇതാകണ് 10:51. ഇപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. നട്ടപ്പാതിരേക്കല്ലേ? എന്തല്ലേ? കറണ്ടില്ലേ? മഴ ചെയ്തിട്ട് കറണ്ട് പോയില്ലേ? പക്ഷെ നന്നായി. ആന്ന് വൈബായിട്ട് ഇവിടെ നിക്കാൻ പറ്റി ഒരു ദിവസമാണ്. ഞാൻ മറക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് പോണ്ടാന്നാ പറയണേ. എന്നോടെ കടന്നോന്ന് അറിയണേ. കട്ട കുടിച്ചിട്ട് പോവാല്ലേ? പത്തിരി വയറ്റിൽ നിറച്ച് ഇതാണ് മന്തിയുള്ളത്. അമ്മേന്റെ പേരെന്താ? ഉഷ. ചേച്ചിയാ ജോഷ്ന, അവള് പുറത്താ. പിന്നെ പപ്പ ജോസ് പ്രകാശ്. നിങ്ങൾക്ക് എന്താ പറയാല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ ഫസൽ ഫാമിലി? എന്താ അവസ്ഥ? ഹാപ്പി, സെറ്റല്ലേ? ഇനി ഒന്ന് ഉറങ്ങണം. ഒന്ന് കടക്ക അല്ലേ? അപ്പൊ ആവശ്യം ഞങ്ങളും ആകെ ക്ഷീണിച്ചിക്കണ്. കാരണം ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ലേ. പക്ഷെ ഇപ്പൊ ആ പേടിയും കാര്യങ്ങളൊക്കെ മാറി കിട്ടി. അപ്പൊ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തില്ല ഞങ്ങൾ പറയുന്നത് ഓളി കണ്ടറിഞ്ഞാടി അപ്പൊ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്.